നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ തക്കാളി ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ് ഇവ ചേർത്ത് ഒന്ന് നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോഴേക്കും നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. വലിയ മസാലകളൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമുക്കൊന്ന് തേങ്ങയുടെ വറവ് റെഡിയാക്കാം. അതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കുരുമുളക്, കുഞ്ഞുള്ളി ഇവ ചേർത്തൊന്ന് നന്നായി വറുത്ത് പിന്നെ അത് അരച്ചെടുക്കണം. അപ്പം നമുക്കിനി കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കിയ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതും നന്നായിട്ടൊന്നായി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഉള്ളി ചേർക്കുക. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. ചിക്കൻ കറി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. കാരണം അത്ര ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ വേറെ വെള്ളങ്ങളൊന്നും അല്ല ചേർക്കുന്നത്. നേരത്തെ അരപ്പ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമിട്ട് അത് ചേർത്തതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഇച്ചിരി ജീരകപ്പൊടിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വറുത്തിടാം. കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ ചേർത്ത് നമുക്കതിലേക്ക് വറുത്തിടാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.